എന്തുകൊണ്ടായിരിക്കും റോബോട്ടുകൾക്ക് സ്വന്തമായി ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തത്? അതത്ര വലിയ പണിയൊന്നുമല്ലല്ലോ. എല്ലായിടത്തും വരും ഈ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ ശല്യക്കാരായിട്ട്. നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ മനുഷ്യരാണോ റോബോട്ടുകളാണോ എന്ന് ഇവർ തിരിച്ചറിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇതിനെ ക്യാപ്ച എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരെയും റോബോട്ടുകളെയും വേർതിരിച്ചറിയാനുള്ള ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റ്. ഇതിൽ സത്യത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതല്ല അവർ ശ്രദ്ധിക്കുന്നത്, മറിച്ച് ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് മൗസ് മൂവ് ചെയ്യുന്നത് എന്നാണ്. ഒരു റോബോട്ട് ആണെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു സ്കെയിൽ വെച്ച് വരച്ചതുപോലെയായിരിക്കും മൗസ് മൂവ്മെന്റ് നടക്കുക. പക്ഷെ മനുഷ്യരാകുമ്പോൾ ചെറുതായി ഒന്ന് വിറക്കും, ഒന്ന് ആശങ്കിച്ച് നിൽക്കും, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും, എന്നിട്ടായിരിക്കും ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഗൂഗിൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നും നിങ്ങളുടെ ബ്രൗസിംഗ് പാറ്റേൺ എങ്ങനെയാണെന്നും ഇതുപോലുള്ള നൂറുകണക്കിന് ചെറിയ ചെറിയ സിഗ്നലുകളുടെ ബേസ് വെച്ചിട്ടാണ് നിങ്ങൾ റോബോട്ടാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്രോസ് വാക്കുകളും ബ്രിഡ്ജുകളും കാറുകളൊക്കെ കാണിക്കുന്നില്ലേ, ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം അവർക്ക് അറിയാമായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം അവർക്കും അറിയില്ല. സത്യത്തിൽ നമ്മൾ അവരുടെ AI സിസ്റ്റത്തെ ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ക്രോസ് വാക്കുകളും സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ റോഡുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്ലറായ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ പഴയ പുസ്തകങ്ങളെ നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ഗൂഗിളിന് വേണ്ടി ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ റോബോട്ടുകൾക്ക് നമ്മളെ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മനുഷ്യരാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.